ഹയോളജിക്കൽ മാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റം മോളിക്യൂൾ എന്നുള്ള കൺസെപ്റ്റ് എന്താണ് ആറ്റം, അതെങ്ങനെയാണ് മോളിക്യൂളായിട്ട് മാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഏതൊരു നിർമ്മിതിക്ക് പിന്നിലും അതിൻ്റേതായിട്ടുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ഒരു കെട്ടിടം ഉണ്ടാക്കാൻ നമ്മൾ കല്ലുകൾ ഉപയോഗിക്കുന്നത് പോലെ ഈ പ്രപഞ്ചമെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഓരോ സ്മോൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ആറ്റം കൊണ്ടാണ്. അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നോക്കുകയാണെങ്കിലും അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ആറ്റംസ് എന്ന ഒരു ചെറിയ പാർട്ടിക്കിൾ ഉപയോഗിച്ചാണ്. ഓക്കെ, ഈ ആറ്റത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു ചെറിയ കഷ്ണം ചോക്ക് എടുക്കുമ്പോൾ പോലും നമുക്കതിൽ കോടാനുകൂടി ആറ്റംസിനെ കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് നഗ്ന നേത്രം കൊണ്ട് നമുക്ക് ഈ ആറ്റംസിനെ കാണാൻ കഴിയില്ല. അതിന് നമ്മൾ ശക്തമായിട്ടുള്ള ഓരോ മൈക്രോസ്കോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാം. എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ആറ്റംസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ആറ്റത്തിനുള്ളത്. അതായത് ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ആറ്റം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഒന്നാമത്തതാണ് ഇലക്ട്രോൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രോൺ. അടുത്തത് പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ. അങ്ങനെ ഉള്ള 3 അറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നമുക്ക് ഒരു ആറ്റം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ 3 ആൾക്കാരെയാണ് കാണാൻ കഴിയുക. ഇതിൽ ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിൻ്റെ നടുക്കായിട്ട് നമുക്ക് ന്യൂക്ലിയസ് എന്നൊരു മേഖലയായിട്ട് കാണപ്പെടുകയും അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസും. ആ ഇലക്ട്രോൺ കറങ്ങുന്ന ഈ ഒരു പാതയെ നമ്മൾ ഷെല്ല് നമുക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോ ഷെല്ലിലായിട്ട് ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. ഓക്കെ, ഇതൊരു പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. നമ്മുടെ സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ചാർജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണുള്ളത്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്. എന്നാൽ ന്യൂട്രോൺസിനോ ചാർജ് ഇല്ലാതെ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആറ്റത്തിന് നമുക്ക് ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ആറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് മോളിക്യൂൾ പറയാനുണ്ട്. എന്താണ് മോളിക്യൂൾ എന്ന് നമുക്ക് നോക്കാം. അതായത് 2 അതിലധികമോ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അതായത് ആറ്റംസിൻ്റെ ഒരു ശൃംഖലയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് മോളിക്യൂൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ മോളിക്യൂൾ ആയാലും വാട്ടർ മോളിക്യൂൾ ആയാലും സാൾട്ട്, ഷുഗർ, അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ സാധാരണ കുറച്ച് ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ഉണ്ടാവുന്നത് നോക്കാം. അതങ്ങനെ വെറുതെ ഒന്നും കുറച്ച് ആറ്റംസ് ചേർന്നാൽ മോളിക്യൂൾസ് ഉണ്ടായില്ല. അപ്പോൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാകണം. അങ്ങനെയുള്ള 2 ടൈപ്പ് ബോണ്ട്സാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പാണ് അയോണിക് ബോണ്ട്, രണ്ടാമത്തതാണ് കോവാലന്റ് ബോണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അയോണിക് ബോണ്ട് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ആറ്റം ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും, മറ്റൊരു ആറ്റം അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് അയോണിക് ബോണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചറാണ്. അതായത് ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടായിരിക്കും ഈ ഒരു ബോണ്ട് തമ്മിൽ. അതുകൊണ്ട് ഈ ഒരു മോളിക്യൂള് കോവലന്റ് മോളിക്യൂളിനേക്കാളും എന്തുകൊണ്ടും സ്ട്രോങ് ആയിരിക്കും. ഹൈ ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ, അയോണിക് ബോണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന NaCl തന്നെയാണ്. അപ്പോൾ ഈ ഒരു സോഡിയം ആറ്റം കുറച്ച് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും അത് ഈ ഒരു ക്ലോറിൻ ആറ്റം സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു അയോണിക് ബോണ്ട് NaCl എന്ന ഒരു അയോണിക് ബോണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് കോവലന്റ് ബോണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് 2 ആറ്റങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 അതിലധികം ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് നമ്മുടെ കോവലന്റ് ബോണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ CH4, കാർബണിന് 4 ഹൈഡ്രജൻ ഉണ്ട്. കാർബണിന് 4 ഇലക്ട്രോൺസ് വേണം, ഹൈഡ്രജനും അതേപോലെ തന്നെ ഈ 4 എണ്ണമുള്ളതുകൊണ്ട് 4 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യും, പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയും, അതായത് കാർബൺ 4 ഇലക്ട്രോൺസും ഹൈഡ്രജൻ 4 ഇലക്ട്രോൺസും ഷെയർ ചെയ്യുകയും ഇതുവഴി ഒരു നല്ല
ഒരു ബോണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്.